ഡോക്ടർമാർ ദൈവമാണെന്നൊക്കെ വിചാരിക്കുന്നത് വെറുതെയാ. മനുഷ്യരാ. ഞാൻ 42 സർജറികൾ വരെ ഒരു ദിവസം ചെയ്തു. ഒരു ദിവസം. അത് വെറുതെ സ്റ്റെറിലൈസേഷൻ അല്ല, സർജറികൾ. പ്രഗ്നന്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ കുറേ കഴിക്കണം, കുട്ടിക്ക് അത് ആവശ്യമുണ്ട്. ശരിക്കും ആ ഒരു കോൺസെപ്റ്റ് ശരിക്കും ഉള്ളതാണോ? അതൊരു തെറ്റായൊരു കോൺസെപ്റ്റാണ് ശരിക്കും പറഞ്ഞാൽ. കുറേ ഭക്ഷണം കഴിക്കണം എന്നുള്ളത്. ആൾ തടി വെക്കൂലേ കുറേ ഫുഡ് കഴിച്ചാൽ. വെയിറ്റ് കൂടുമ്പോൾ നമുക്ക് ടെൻഷനാണ്, കാരണം അപ്പോൾ കോംപ്ലിക്കേഷൻസ് കൂടും. അപ്പോൾ പ്രഗ്നൻസി ആയതുകൊണ്ട് മാത്രം കുറേ വലിച്ചുവാരി കഴിക്കണം എന്ന് ഒരിക്കലും ഒരു ഡോക്ടർ പറയും. വാട്ടർ ബർത്ത് എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ്. വാട്ടർ ബർത്ത് എന്ന് പറഞ്ഞാൽ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെള്ളത്തിനകത്താണല്ലോ കുട്ടി കിടക്കുന്നത്. വയറ്റിനകത്ത് കുട്ടി തന്നെ മൂത്രം ഒഴിച്ചിട്ട് അതിനകത്താണ് ഈ കിടക്കുന്നത്. അപ്പോൾ പുറത്തേക്ക് വരുമ്പോൾ ഈ സെയിം വെള്ളം എൻവയൺമെന്റിലേക്ക് കുട്ടി പുറത്തേക്ക് വരിക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. സാറ് പറഞ്ഞു കുറേ സർജറീസ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സാറുടെ ലൈഫിൽ ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റാത്ത ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവുമല്ലോ. ഈ ഒരു പേഷ്യൻ്റ് പിന്നെയും നമ്മൾ വന്ന് കാണാറുണ്ട്, നമ്മുടെ മനസ്സിൽ ഇപ്പോഴും തങ്ങി നിൽക്കുന്ന ഒരു സർജറി ഉണ്ടാവില്ലേ, ഒരു എക്സ്പീരിയൻസ് ഏതായിരിക്കും? ഏതെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ? അത് ഒരുപാട് കേസുകളുണ്ട്. ഈ സർജറി വൈസല്ല, വേറൊരു എക്സ്പീരിയൻസ് ഞാൻ പറയാം. പണ്ട് ഞാൻ രാജസ്ഥാനിൽ പോയി, അന്നത്തേക്ക് കോൺസെപ്റ്റിൻ്റെതായിരിക്കുമല്ലോ. ഒരു സ്ഥലത്തെ കുറ്റം പറയുക അങ്ങനെയല്ല. ഒരു സ്ഥലത്ത് ചെന്നപ്പം ഈ ഒരു പേഷ്യൻ്റ് ഇതുപോലെ ഭയങ്കര ബ്ലീഡിങ് ആയിട്ട് വന്നു. അപ്പം നമ്മളന്ന് പറഞ്ഞ് അന്ന് നമ്മൾ ഈ എക്സ്പെൻസ് മാത്രം എടുത്തിട്ട് സർജറി ചെയ്യുന്ന സമയമാണല്ലോ. അന്ന് നമ്മൾ പറഞ്ഞ് 6,000-8,000 രൂപ എന്തോ ഈ സർജറിയുടെ എക്സ്പെൻസ് വരുന്നത്. യൂട്രസ് റിമൂവ് ചെയ്യണം, എന്നാലേ ബ്ലീഡിങ് നിൽക്കുള്ളൂ, അല്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്, പേഷ്യൻ്റ് ഭയങ്കര അനീമിക്കാം. അപ്പോൾ ഈ ഹസ്ബൻഡ് പറഞ്ഞൊരു വാചകം ഒരിക്കലും ഞാൻ മറക്കില്ല. ഡോക്ടർ, അങ്ങനെയാണെങ്കിൽ എനിക്ക് വേറൊരു ബീവിനെ വാങ്ങിക്കാമല്ലോ. മനസ്സിലല്ലേ? അപ്പോൾ ആ കോൺസെപ്റ്റ്, നമ്മൾ കാറൊക്കെ റിപ്പയർ ചെയ്യാൻ കൊടുത്ത മാറ്റത്തില്ല, നമ്മൾ ഈ റിപ്പയർ ചാർജിലും കുറവല്ലേ പുതിയ കാറ് വാങ്ങിക്കുന്നതെന്ന് ചോദിച്ചത് മതിയാണ്. അപ്പോൾ ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഈ പല സ്ഥലത്ത് ട്രാവൽ ചെയ്യുമ്പോൾ പല ആൾക്കാരുടെ കോൺസെപ്റ്റും പല ആൾക്കാരുടെ രീതികളും, ഇപ്പോൾ ആഫ്രിക്കയിലൊക്കെ ചെല്ലുമ്പോഴൊക്കെ തന്നെ പല രീതികളൊക്കെ നമ്മൾ ഒരുപാട് ഇമോഷണലായിട്ട് നമ്മൾ അഫക്റ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് കാരണങ്ങളുണ്ട്. അതുകൂടാതെ തന്നെ ഇപ്പോൾ സർജറി നമ്മൾ റിമെമ്പർ നമുക്ക് നേരത്തെ ഈ തമിഴ്നാട്ടിൽ നിന്നൊരു പേഷ്യൻ്റ് റെഫറലായിട്ട് വന്നു. അപ്പോൾ അവരുടെ ഈ യൂട്രസ് പൊട്ടിപ്പോകാനായിട്ടിരിക്കുകയാണ്. അതായത് ഒരു 5 മില്ലിമീറ്റർ മാത്രമേ ഉള്ളൂ യൂട്രസിൻ്റെ തിക്നെസ്. സാധാരണ ഒരു 2-3 സെൻറ്റിമീറ്റർ വരും. അതായത് യൂട്രസ് പല സർജറികൾ കഴിഞ്ഞിട്ട് ഈ IVF പ്രഗ്നൻസിയാണ്. അപ്പോൾ ഈ യൂട്രസ് എപ്പോൾ പൊട്ടുന്ന ഇങ്ങനെ നോക്കി നിൽക്കുന്ന ഒരു സമയമാണ്. 16 ആഴ്ചയിലാണ് ഇവർ വന്നത്. അപ്പം അവർ വന്നിട്ട് ലിറ്ററലി അവർ കാല് പിടിക്കുക, എങ്ങനെയെങ്കിലും എൻ്റെ കുട്ടീനെ രക്ഷിക്കുക. അത് കുറേ കൊല്ലം കഴിഞ്ഞിട്ട് 10-20 കൊല്ലം കഴിഞ്ഞിട്ട് ഉണ്ടായ കുട്ടിയാണ്. കുറേ സർജറി ഒക്കെ ചെയ്തു. ഇതൊരു കൊല്ലായി, 1-1.5 കൊല്ലായി. അപ്പം ഇവർ ലിറ്ററലി വന്ന് കാല് പിടിക്കുക, എങ്ങനെയെങ്കിലും ഈ കുട്ടീനെ ഒന്ന് രക്ഷിക്കും. നമ്മൾ പറഞ്ഞ ഒരു ഇതിനകത്ത് ട്രീറ്റ്മെൻറ്റ് അവസാനം ഈ മെഷ് പ്ലാസ്റ്റി എന്ന് പറഞ്ഞൊരു പ്രൊസീജിയർ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. എൻ്റെ മനസ്സിൽ കുറേ നാളായിട്ടുള്ളൊരു സംഭവമാണ് ഇത്. ഫസ്റ്റ് അങ്ങനെ ഒരു പ്രൊസീജിയർ ശരിക്കും പറഞ്ഞാൽ പ്രഗ്നൻസിയിൽ ആരും അങ്ങനെ ചെയ്തിട്ടില്ല, വേൾഡിൽ ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ എത്തിക്സ് കമ്മിറ്റി നമ്മളൊരു അപ്രൂവലൊക്കെ എടുത്ത് അത് പേഷ്യൻ്റെ അടുത്ത് പറഞ്ഞ് കാര്യങ്ങളെല്ലാം ഇത് ചെയ്ത് പേഷ്യൻ്റെ അടുത്ത് സൈൻ വാങ്ങിച്ച് ഇത് ആദ്യമായിട്ട് ചെയ്യുന്നതാണ്, പക്ഷേ ആ റിസ്ക് എടുക്കണം. എല്ലാം കഴിഞ്ഞ് പേഷ്യൻ്റ് ചെയ്തു. അപ്പോൾ 16 ആഴ്ച. എൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ ഇതൊരു എങ്ങനെയെങ്കിലും ഒരു 24 ആഴ്ച വരെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മളുടെ NICU ഒക്കെ ഭയങ്കര നല്ലതാണ്, ഒരു ട്രഷറി കെയർ ഇതാണ്. അപ്പോൾ 24 ആഴ്ചയ്ക്ക് അവർക്ക് കുട്ടികളെ സർവൈവ് ചെയ്യാൻ പറ്റും പുറത്തെടുത്താൽ. അപ്പോൾ 24 ആഴ്ച വരെ മുന്നോട്ട് പോകണം എന്നുള്ളതിലാണ് നമ്മൾ ഈ സർജറി ചെയ്തത്. അവർ മെഷ് വെച്ചിട്ട് ആ സ്ഥലം റീഇൻഫോഴ്സ് ചെയ്യുക. നമ്മൾ പൈപ്പിൽ ലീക്ക് വന്നാൽ റീഇൻഫോഴ്സ് ചെയ്യില്ലേ, കൊട്ടിച്ച് എന്ന് പറഞ്ഞ മാതിരി അത് റീഇൻഫോഴ്സ് ചെയ്തേക്കുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് 24 ആഴ്ച ഇപ്പോൾ ഈ പേഷ്യൻ്റ് ഇവിടെ ഹോസ്പിറ്റലിൽ പോകില്ല, ഇവിടെ തന്നെ എടുക്കുക. അവർ തിരിച്ചു പോകാൻ സമ്മതിക്കില്ല. എന്ത് ചെയ്താൽ 24 ആഴ്ചയായപ്പോൾ ഒന്നും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ വെച്ചാൽ എന്നാൽ പിന്നെ ഒരു 26 ആഴ്ച വരെയും പോയിക്കോട്ടെ. അങ്ങനെ 26 ആഴ്ച 28 ആഴ്ച ഈ സ്കാർ അതേപോലെ തന്നെ MRI ചെയ്ത് നോക്കുമ്പോൾ അനങ്ങുന്നില്ല. 36 ആഴ്ച വരെയും പോയത്. അത് ഭയങ്കര ഒരു സംഭവമാണത്, മനസ്സിലല്ലേ? എന്നിട്ടാണ് നമ്മൾ ആ പേഷ്യൻറ്റിനെ സിസേറിയൻ ചെയ്ത് കുട്ടീനെ പുറത്തെടുത്തത്. അത് ലോകത്തിലെ ആദ്യത്തെ മെഷ് പ്ലാസ്റ്റിയാണ്. അങ്ങനെ ഇപ്പം നമ്മളത് പ്രസൻറ്റ് ചെയ്യാനായിട്ട് ജേർണലിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതൊരു ഭയങ്കര ഒരു സന്തോഷമുള്ള ഒരു. അപ്പോൾ ആ കുട്ടീനെ കൊണ്ട് ഇപ്പോൾ ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ ആ കുട്ടീനെ കൊണ്ട് ഇങ്ങോട്ട് വന്നിരുന്നു. നമ്മളതിനെ പേരിട്ടേക്കുന്നതിനെ മിറക്കിൾ ബേബി എന്നാ. കാരണം അത് അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പെയിനായിട്ട് വരുന്ന പേഷ്യൻസും അങ്ങനത്തെ ഡിഫിക്കൽട്ടായിട്ടുള്ള ഭയങ്കര ഒരു ഹാപ്പിനെസ് ആയിരിക്കില്ല കുഞ്ഞിനെ ആദ്യമായിട്ട് കിട്ടുമ്പോൾ. ഇപ്പം നമ്മളുടെ ഡോക്ടർമാരിൽ ഹാപ്പിനെസ്സും സങ്കടവും എല്ലാം ഉണ്ട് കേട്ടോ. ചിലപ്പോൾ നമ്മളുടെ കൈ വിട്ടു പോവും, ഡെത്ത് സംഭവിക്കാം. അങ്ങനത്തെ നമ്മളിപ്പോൾ കോംപ്ലിക്കേറ്റഡ് സർജറി ചെയ്യുമ്പോൾ കോംപ്ലിക്കേഷൻ വരില്ല എന്നൊന്നുമില്ല, മനസ്സിലല്ലേ?
ഡോക്ടർമാർ ദൈവമാണെന്നൊക്കെ വിചാരിക്കുന്നത് വെറുതെയാ, മനുഷ്യരാ. ഫീലിങ്സ് ഉണ്ട്. അത് കോംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ തെറ്റെന്നല്ല ഞാൻ പറഞ്ഞത്. തെറ്റാണോ എന്ന് ചോദിച്ചാൽ തെറ്റാണ്, മനസ്സിലായില്ലേ. പക്ഷെ മനുഷ്യ സഹജമായിട്ടുള്ള കുറേ കാര്യങ്ങൾ വരാം, മനസ്സിലായില്ലേ. കാരണം ഇപ്പോൾ സർജറിയൊക്കെ ചെയ്യുമ്പോൾ ഒരു കുടലൊക്കെ ഇഞ്ചുറി ചെയ്യാനായിട്ട് അധികം 1 മില്ലിമീറ്ററിന് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കാര്യം. ഇപ്പോൾ നമ്മൾ വലിയ രക്തക്കോയിലുകളൊക്കെ സർജറി ചെയ്യുമ്പം അതൊക്കെ ഇഞ്ചുറി ആയിട്ട് അധികം സമയമൊന്നും വേണ്ട, മനസ്സിലായില്ലേ. അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സർജറി ചെയ്യുമ്പോൾ അധികം സമയം, അപ്പോൾ അതിലൊക്കെ കുറേ പ്രശ്നങ്ങളൊക്കെ വരാം, മനസ്സിലായില്ലേ. പക്ഷേ അതിലുള്ള ബെനിഫിറ്റ് എന്താ അറിയോ, നമ്മൾ ഈ എന്ത് പ്രശ്നം വരുന്നതും അല്ലെങ്കിൽ ആ സ്കില്ലും ഒക്കെ ഒരു ഡോക്ടർ എത്ര നമ്പേഴ്സ് ചെയ്തുള്ളതനുസരിച്ചിരിക്കും, മനസ്സിലല്ലേ. ഒന്ന് ജന്മനാ ഉള്ള സ്കില്ലുണ്ടാവും. ഇപ്പോൾ എനിക്ക് ബെനിഫിറ്റ് എന്ന് വെച്ചാൽ ലാപ്രോസ്കോപ്പിയിൽ 2 കൈ ഒരേപോലെ എനിക്ക് യൂസ് ചെയ്യാൻ പറ്റും. രണ്ട് കൈയും 2 സൈഡിലേക്ക് പോകുന്നില്ലേ, അപ്പോൾ അത് എല്ലാവർക്കും പറ്റില്ല. ഈ ജന്മന ആംഫിടെക്സ്, ചില ആൾക്കാർ ജന്മന റൈറ്റ് ഹാൻഡഡ് ആയിരിക്കും, ലെഫ്റ്റ് ഹാൻഡഡ് ആയിരിക്കും. ചില ആൾക്കാർ ജന്മന 2 കൈ ഒരേപോലെ യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു ബെനിഫിറ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് ലാപ്രോസ്കോപ്പി കുറേ കൂടി ബെറ്റർ ആയിട്ട് വരുന്നത്. അത് കൂടാതെ ഈ ഒരുപാട് കേസുകൾ ചെയ്യുമ്പോൾ നമുക്ക് ഈ ടിഷ്യൂസ് കണ്ട് ഐഡൻറ്റിഫൈ ചെയ്യാനും അതിൻ്റെ ആ ഒരു ടെക്സ്ചർ കാര്യങ്ങളൊക്കെ അറിയാനും ഒക്കെ ഭയങ്കര ഡിഫറൻസ് വരും. സാധാരണ ഈ കുറച്ച് സർജറി ചെയ്ത ആളെക്കാളും ഭയങ്കര ഒരു ഡിഫറൻസ് നമുക്ക് വരും. ഫോർ എക്സാമ്പിൾ, എനിക്കിപ്പം ഒരു പേഷ്യൻറ്റിൻ്റെ സ്കിന്ന് തൊട്ടാൽ അത് ചൈനീസ് ആണോ, ആഫ്രിക്കൻ ആണോ, ഇന്ത്യൻ ആണോ, കൊക്കേഷ്യൻ ആണോ, സ്ട്രൈപ്പാണോ, അതൊക്കെ എനിക്ക് പെട്ടെന്ന് കണ്ണടച്ച് പറയാൻ പറ്റും. ഒരാളുടെ സ്കിന്ന് തൊട്ട് കഴിഞ്ഞാൽ ആ ടെക്സ്ചർ എനിക്ക് മനസ്സിലാവും, മനസ്സിലായി. അല്ലെങ്കിൽ ഒരു ടിഷ്യൂ എനിക്ക് അത് കണ്ടു കഴിഞ്ഞാൽ ഇത് അകത്തുള്ള ടിഷ്യൂ എല്ലാം ഒരുപോലെ ഇരിക്കുന്നല്ലേ തോന്നുന്നത്, അല്ലല്ല. അത് ഓരോ റേസിനനുസരിച്ച് അതിൻ്റെ കൊളാജൻ കാര്യങ്ങൾ, അത് ഓരോ ടിഷ്യൂൻ്റെ അകത്തുള്ള ഓരോ ഭാഗങ്ങളും ഡിഫറെൻ്റ് ആണ്. ഇതൊക്കെ നമുക്ക് കുറേയും കൂടി ബെറ്ററായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഇതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് ഈ നമ്പേഴ്സ് ചെയ്യുന്നതിൽ. അപ്പോൾ ആ ഒരു ബെനിഫിറ്റ് നമുക്കത് ആ ലാപ്രോസ്കോപ്പി തുടങ്ങിയ സമയത്ത് ഇതിൻ്റെ കൂടെ നിന്നത് കാരണം ആ ഒരു ബെനിഫിറ്റ് കിട്ടിയിട്ടുണ്ട്. ഇന്നിപ്പം ഭയങ്കര പാടാണ് ഇത്രയും നമ്പേഴ്സ് ചെയ്യാനായിട്ട്. ഞാൻ 42 സർജറികൾ വരെ ഒരു ദിവസം ചെയ്തു. ഒരു ദിവസം. അത് വേറെ സ്റ്റെറിലൈസേഷൻ അല്ല, സർജറികൾ. പക്ഷെ ഈ പറഞ്ഞൊരു ടീമുണ്ട്, ഞാൻ ചെയ്യുന്ന സ്പെസിഫിക് ഭാഗം മാത്രമേ ഉള്ളൂ. സ്പെസിഫിക് ടൈമിൽ ഇപ്പോൾ ഒരു ദിവസം 42 അല്ലേ? ഇപ്പോൾ കറന്റ് ഇപ്പം എത്ര എണ്ണം ചെയ്തിട്ടുണ്ടാവും? ഒരു 1,50,000 കൂടുതൽ സർജറീസായി. ഇപ്പോഴും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ എല്ലാ ദിവസവും. കറക്റ്റ്. പിന്നെ ഞാൻ സൺഡേ ഒക്കെ ഓപ്പറേറ്റ് ചെയ്യും, മിക്കപ്പോഴും സൺഡേ ഉണ്ട്. അപ്പോൾ അത് പറഞ്ഞപ്പോൾ ഇഷ്ടമുള്ളൊരു കാര്യമല്ലേ. സത്യം, ഇഷ്ടമുള്ള കാര്യം ചെയ്യുമ്പോൾ മടുക്കൂലല്ലോ. അതെ. അപ്പോൾ പറഞ്ഞപ്പോഴാണ് സാറിൻ്റെ ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടുള്ളത് നമ്മളെ കൊണ്ട്. അപ്പോൾ സാറിൻ്റെ ഫുഡ് കഴിക്കാനൊക്കെ സമയം കിട്ടാറുണ്ടോ? ഫുഡ് നമ്മൾ വളരെ പെർട്ടിക്കുലർ അല്ലാത്ത കാരണം ഞാൻ എന്ത് കഴിച്ചാലും തടി വെക്കും. കുറച്ച് കഴിക്കുന്നത് നല്ലതെന്നുള്ളൊരു ഇത് കാരണം വലിയ പ്രശ്നമില്ല അത്. അതെ. അപ്പോൾ ഫുഡ് അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അല്ല, ഫുഡ് ഇമ്പോർട്ടൻ്റ് ആട്ടോ. ഞാൻ ഒരു ഹെൽത്ത് വൈസ് ഫുഡ് അങ്ങനെ കറക്റ്റായിട്ട് കഴിക്കുന്നതല്ലേ, എൻ്റെ ഒരു സിറ്റുവേഷൻ പറഞ്ഞതേ ഉള്ളൂ. പലപ്പോഴും നമ്മൾ ഈ ഹെൽത്തിൻ്റെ കാര്യം നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്ന സ്വന്തം കാര്യം വരുമ്പോൾ ചിലപ്പോൾ പാലിക്കാറില്ല, അല്ലെങ്കിൽ പാലിക്കാൻ പറ്റാറില്ല എന്നുള്ളത് പറയാം. കാരണം നമ്മൾ സർജറി ചെയ്യുമ്പോൾ സമയം വെച്ചിട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. ഇത്ര സമയത്തിനുള്ളിൽ തീർത്തോളാം, ഇത്ര സമയത്തിനുള്ളിൽ ഭക്ഷണം കഴിച്ചോളാം, ഇങ്ങനെയൊന്നുമില്ല. സർജറി ചെയ്യുമ്പോൾ അങ്ങനെ പോവും. അതിൻ്റേതായിട്ടുള്ള നമ്മൾ ക്ലോക്കും, ഞാൻ പേഷ്യൻറ്റിൻ്റെ അടുത്തൊന്ന് ചോദിക്കും, ഡോക്ടർ എത്ര സമയം എടുക്കുന്നു ചോദിക്കും, അല്ലെങ്കിൽ എത്ര സമയത്ത് തുടങ്ങുമെന്ന് പറയും. ഇതൊന്നും പറയാൻ പറ്റില്ല എന്ന് പറയും. നമുക്ക് ക്ലോക്ക് നോക്കി സർജറി ചെയ്യാനേ പറ്റില്ല, മനസ്സിലല്ലേ. അല്ലാതെ നമ്മൾ വേറൊരു കാര്യം ചെയ്യുമ്പോൾ ഇത്ര സമയത്ത് ടൈം അപ്പോയിൻറ്റ് വെച്ച് ടൈം ഇത്ര സമയത്ത് ചെയ്തേക്കാം, ഇത്ര സമയത്ത് തീർത്തേക്കാം, ഇങ്ങനെ പറയാം. ഒരു ഏകദേശം ഒരു സമയം പറയാമെന്നല്ലാതെ ഒരു ഇതായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. പല കേസും പലതുപോലെയല്ലേ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള സമയം എടുത്ത് ചെയ്താൽ മതി. അത് വൃത്തിയായിട്ട് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട്. സത്യം. അതേപോലെ ഞാൻ അടുത്ത് കേട്ടിട്ടുണ്ട് വാട്ടർ ബേർത്ത് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ്. അത് ശരിക്കും ഭയങ്കര പെയിൻഫുൾ അല്ല എന്ന് കേട്ടിട്ട് അതൊരു കുറേ കൊല്ലങ്ങളായിട്ട് വന്നിട്ടുള്ളൊരു കോൺസെപ്റ്റാണത്. ഓക്കെ. അതിന് അതിൻ്റേതായിട്ടുള്ള ഡിഫിക്കൽട്ടീസും ഉണ്ട്, അതിൻ്റേതായിട്ടുള്ള അഡ്വാൻറ്റേജസും ഉണ്ട്. സയൻറ്റിഫിക്കലി വാട്ടർ ബേർത്ത് എന്ന് പറഞ്ഞാൽ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെള്ളത്തിനകത്താണല്ലോ കുട്ടി കിടക്കുന്നത്. വയറ്റിനകത്ത് കുട്ടി തന്നെ മൂത്രം ഒഴിച്ചിട്ട് അതിനകത്താണ് ഈ കിടക്കുന്നത്. കുട്ടിയുടെ മൂത്രമാണ് ഈ ആംനിയോട്ടിക് ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. ഓക്കെ. ആ മൂത്രത്തിനകത്താണ് കുട്ടി കിടക്കുന്നത്. അപ്പോൾ പുറത്തേക്ക് വരുമ്പോൾ ഈ സെയിം വെള്ളം എൻവയൺമെന്റിലേക്ക് കുട്ടി പുറത്തേക്ക് വരിക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതാണ് വാട്ടർ. അത് വെള്ളത്തിനകത്ത് കുട്ടി ജനിക്കുക. ഇതാണ് നമ്മൾ ഈ വാട്ടർ ബർത്ത് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. പക്ഷെ അതിന് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ടബ് വേണം. അതിനകത്ത് ഇപ്പോൾ ഈ ഡോക്ടർ അതിനകത്ത് ഷൂസൊക്കെ ഇട്ടിട്ട് ഇറങ്ങി നിൽക്കുക, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട് ഇതിനകത്ത്, മനസ്സിലല്ലേ. അപ്പം അതിന് മാത്രം ഒരു അഡ്വാൻറ്റേജ് ഉണ്ടോ എന്നുള്ളത് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല, മനസ്സിലായില്ലേ. അത്രയും ആ കുട്ടി അങ്ങനെ ആ ഒരു നാച്ചുറൽ എൻവയൺമെൻറ്റിലേക്ക് വരുന്ന. പിന്നെ പേഷ്യൻറ്റിനെ സംബന്ധിച്ചോളം ഈ കുറച്ചൊരു ഇതായിട്ടുള്ള വെള്ളമാകുമ്പം നമുക്കതൊരു കംഫർട്ട് ഫീൽ ചെയ്യും.
ഒരു പെയിൻ്റെ കംഫർട്ടും ഒക്കെ കുറയും. പക്ഷെ ഇന്നത്തെ കാലത്ത് ആ കംഫർട്ട് എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളിപ്പോൾ പെയിൻലെസ് ലേബറും അങ്ങനത്തെ വന്നതിന് ശേഷം ആ കംഫർട്ടിന് വലിയൊരു വ്യത്യാസം വരുന്നില്ലേ. ഇപ്പോൾ എപ്പിഡ്യൂറലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് കംപ്ലീറ്റ്ലി പെയിൻലെസ് ലേബർ ആയല്ലോ. അപ്പോൾ ആ ഒരു കംഫർട്ട്, അപ്പോൾ ഇതൊരു നാച്ചുറൽ ഇതിലേക്ക് വരിക എന്നുള്ളതാണ് ഈ വാട്ടർ ബർത്ത് വഴി ഉദ്ദേശിക്കുന്നത്. പക്ഷെ അതൊരു ടീഡിയസ് സാധനം ആയതുകൊണ്ടാണ് അത്രയും അത് പോപ്പുലർ ആവാത്തത് ഹോസ്പിറ്റലുകളിൽ. മനസ്സിലായി. പിന്നെ ഒരു ബേസിക് ആയിട്ട് ഇപ്പം എപ്പോഴും നമ്മൾ പണ്ടേ മുതലുള്ളൊരു സംഭവമാണ്, പ്രഗ്നൻ്റ് ആയിക്കഴിഞ്ഞാൽ നമ്മൾ കുറേ കഴിക്കണം. ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പം എൻ്റെ ഉമ്മ നേഴ്സാണ്, ഗൾഫിലായിരുന്നു ആൾ. അപ്പോൾ ആൾ പറഞ്ഞേക്കാം അങ്ങനെ ആവശ്യമില്ല, ശരിക്കും പറഞ്ഞാൽ അവർ അത്രക്ക് എക്സസൈസ് ചെയ്യണം, നമ്മൾ വാക്ക് ചെയ്യണം. പക്ഷേ നമ്മളെ നാട്ടിൽ മെയിനായിട്ട് കേരളത്തിൽ പറയാറുണ്ട്, മെയിനായിട്ട് അമ്മമാരാ പറയാ, കുറേ ഭക്ഷണം കഴിക്കണം, വലിച്ചു വാരി തിന്നണം, കുട്ടിക്കത് ആവശ്യമുണ്ട്. ശരിക്കും ആ ഒരു കോൺസെപ്റ്റ് ശരിക്കും ഉള്ളതാണോ? അതൊരു തെറ്റായൊരു കോൺസെപ്റ്റാണ് ശരിക്കും പറഞ്ഞാൽ, കുറേ ഭക്ഷണം കഴിക്കണം എന്നുള്ളത്. അതൊക്കെ ശരി. പക്ഷേ ഈ പ്രഗ്നൻസിയിൽ മനസ്സിലാക്കിച്ചാൽ പല ടൈമുണ്ട് പ്രഗ്നൻസിയിൽ. ഫസ്റ്റ് ട്രൈമസ്റ്റർ, സെക്കൻഡ് ട്രൈമസ്റ്റർ, തേർഡ് ട്രൈമസ്റ്റർ. ഈ എന്തുകൊണ്ടാണ് ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ ഒരു നോസിയം, വോമിറ്റിംഗ് ഒക്കെ ഒരു പ്രഗ്നൻസി ഭക്ഷണം കഴിക്കാതിരിക്കാനുള്ളൊരു തോന്നലില്ലേ? അത് ദൈവം ഉണ്ടാക്കി വെച്ച സാധനമാണ്. ഈ ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ അധികം ഭക്ഷണത്തിൻ്റെ ആവശ്യമില്ല. ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ കുട്ടി ഇത്രയേ ഉള്ളൂ. ഈ കുട്ടിക്ക് എന്തിന് ഇത്ര അധികം ഭക്ഷണം? പക്ഷെ നല്ല ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ്. പിന്നെ പ്രഗ്നൻസിയിലുള്ള വേറൊരു ഇതെന്ന് വെച്ചാൽ ഒരു ആക്സിലറേറ്റഡ് ഫാസ്റ്റിംഗ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഒരുപാട് നമ്മളിപ്പോൾ 1 മണിക്കൂർ ഭക്ഷണം കഴിക്കാതിരുന്നാൽ കുട്ടിക്ക് അത് 2 മണിക്കൂർ പോലെ എഫക്റ്റ് വരിക. അപ്പം നമുക്കൊരു കൂടുതൽ സമയം, ഇപ്പോൾ ജോലിക്കൊക്കെ പോകുന്ന ആൾക്കാർ രാവിലെ കുറേ ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ രാത്രി ഓടി വന്ന് ഭക്ഷണം കഴിക്കുക, ഇങ്ങനത്തെ പരിപാടികൾ ഒരിക്കലും പ്രഗ്നൻസിയിൽ ചെയ്യരുത്. അത് ഭയങ്കര കുട്ടിക്ക് ദോഷം വരുന്നൊരു കാര്യം. അപ്പോൾ കറക്റ്റ് സമയത്ത് ചിട്ടയായിട്ട് ഭക്ഷണം കഴിക്കുക, ആവശ്യത്തിന് കഴിക്കുക. പിന്നെ വേറൊരു കാര്യമുണ്ട്, പ്രഗ്നൻസിയിൽ നമ്മളിപ്പോൾ ഇന്ന ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ ഇന്ന സാധനം കൂടുതൽ കഴിക്കണം. ഇപ്പോൾ പാലൊട്ടും ഇഷ്ടമില്ലാത്ത ഒരാളെ പിടിച്ച് നിർബന്ധിച്ച് പാൽ കുടിപ്പിക്കും, അവസാനം ഇതെല്ലാം കൂടി ഛർദ്ദിച്ചു പോകും. അങ്ങനെ നമ്മളൊരിക്കലും നിർബന്ധിച്ച് കഴിപ്പിക്കേണ്ട കാര്യമില്ല. ഓരോ പ്രഗ്നൻസിയിലും ഓരോ പോലെയാണ്. അതാണ് വേറൊരു. ഇപ്പം ഒരേ പേഷ്യൻറ്റിന് തന്നെ 2 പ്രഗ്നൻസി നമ്മൾ കമ്പയർ ചെയ്യാൻ പറ്റില്ല. 2 കുട്ടികൾ നമ്മൾ കമ്പയർ ചെയ്യാൻ പറ്റില്ലല്ലോ. എന്ന് പറഞ്ഞാൽ 2 പ്രഗ്നൻസി, കഴിഞ്ഞ പ്രഗ്നൻസിയിൽ ഉണ്ടായ സിംറ്റംസ് എല്ലാം ഈ പ്രഗ്നൻസിയിൽ ഉണ്ടാവണമെന്ന് വാശി പിടിച്ചിട്ട് കാര്യമില്ല, മനസ്സിലല്ലേ? അല്ലെങ്കിൽ കഴിഞ്ഞ പ്രഗ്നൻസിയിൽ നമുക്കൊരു ഭക്ഷണം ഇഷ്ടമുണ്ടായിട്ടുണ്ടാവും, ഈ പ്രഗ്നൻസിയിൽ വേറെ സാധനമായിരിക്കും. പണ്ട് സിനിമയിൽ കണ്ട പ്രഗ്നൻസിയിൽ മസാല ദോശ കഴിക്കാൻ മസാല ദോശ കഴിച്ചാൽ കുഴപ്പമില്ല, മനസ്സിലല്ലേ? അല്ലാതെ ഇന്നത് തന്നെ കഴിക്കണം എന്ന് വാശി പിടിക്കരുത്. പക്ഷെ എല്ലാ സാധനത്തിലും ഒരു അളവിലുള്ള പദാർത്ഥങ്ങൾ ഉണ്ടാവും. അതിൻ്റെ പ്രോട്ടീൻ, ഫാറ്റ്, കാർബോഹൈഡ്രേറ്റ്, ഈ ഒരു പ്രോപ്പറായിട്ട് ഡയറ്റീഷ്യനെ കണ്ടിട്ട് ആ അളവുകൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ എളുപ്പമായി. ആ അളവുകൾ ഉള്ള സാധനം എന്ത് സാധനമാണേലും മനസ്സിലായി. അല്ലെങ്കിൽ മുട്ടയും പാൽ തന്നെ കഴിക്കണം. മുട്ടയും പാലും നല്ലതാണ്, പക്ഷെ അത് തന്നെ ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരാളെ നിർബന്ധിച്ച് കഴിപ്പിക്കരുത്. അത് ഭയങ്കര ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഭക്ഷണം കഴിക്കുക. പിന്നെ ഈ പറഞ്ഞ പോലെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ നല്ലോണം കഴിക്കുക. അങ്ങനത്തെ സാധനം ഇപ്പോൾ എന്ത് അസുഖത്തിനും അത് തന്നെയാണല്ലോ. അപ്പോൾ ആ ടൈപ്പ് സാധനങ്ങൾ നല്ലോണം കഴിക്കുക, അങ്ങനത്തെ ഒരു ഇതാണ്. അല്ലാതെ ഒരുപാട് കഴിക്കണം എന്നുള്ളത് ഒരിക്കലും നമ്മൾ പ്രഗ്നൻസിയിൽ പറയാറില്ല. ക്വാണ്ടിറ്റി ഒരു ഇമ്പോർട്ടൻ്റേ അല്ല, കറക്റ്റ് അളവിൽ നല്ലോണം കഴിക്കുക എന്നുള്ളതാണ്. നല്ല ഫുഡ് കഴിക്കുക. കുറേ ഫുഡ് കഴിച്ച് പിന്നെ പ്രഗ്നൻസി ചെയ്യുമ്പോൾ ഓവർ വെയിറ്റ് ആവുന്നൊരു സംഭവം. ആൾ തടി വെക്കൂലേ കുറേ ഫുഡ് കഴിച്ചു? അതിപ്പോൾ പ്രഗ്നൻസി നല്ല എല്ലാവരും തടി വെക്കും എന്ന് പറഞ്ഞാൽ അത് ചീത്തയാ. മനസ്സില്ല? അങ്ങനെ വെയിറ്റ് കൂടുന്നത് 2 കാരണങ്ങൾ കൊണ്ടുണ്ടാവാം. ഇപ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് മാത്രമൊന്നുമല്ല, അതായത് ഈ വാട്ടർ റിട്ടൻഷൻ കൊണ്ട് വെയിറ്റ് കൂടാം. ഈ BP കൂടുന്ന ടെൻഡൻസിയുള്ള ആൾക്കാർക്ക് ഇതുപോലെ വെയിറ്റ് കൂടുമ്പോൾ നമുക്ക് ടെൻഷനാണ്. ഈ മദറിന് വെയിറ്റ് ക്രമാതീതമായിട്ട് കൂടിക്കഴിഞ്ഞാൽ ഡോക്ടർക്ക് ടെൻഷനാണ്, മനസ്സിലല്ലേ? കാരണം അപ്പോൾ കോംപ്ലിക്കേഷൻസ് കൂടും, BP വരാനുള്ള ചാൻസ് കൂടും. ഇൻഫാക്ട് BP അതൊക്കെ വരുന്നതുകൊണ്ടായിരിക്കും വെയിറ്റ് കൂടുന്നത്. അപ്പോൾ BP വരാനുള്ള ചാൻസ് കൂടും. അങ്ങനെ ഒരുപാട് കോംപ്ലിക്കേഷൻസ് കൂടാനുള്ള സാധ്യത കൂടുതലാണ്. ഓവറായിട്ട് അമിതമായിട്ട് എല്ലാം മോശമാണ്. എന്ന് പറഞ്ഞാൽ അമിതമായിട്ട് ഭക്ഷണം കഴിക്കുന്നതും മോശമാണ്. അത് പ്രഗ്നൻസിയിൽ നിന്നല്ല, എല്ലാ സമയത്തും. അപ്പോൾ പ്രഗ്നൻസി ആയതുകൊണ്ട് മാത്രം കുറേ വലിച്ചുവാരി കഴിക്കണമെന്ന് ഒരിക്കലും ഒരു ഡോക്ടർ പറയില്ല. അതേപോലെ എക്സസൈസും റെക്കമെൻഡഡ് അല്ല ആക്ച്വലി. എക്സസൈസ്, ഫിസിയോതെറാപ്പി ഇതെല്ലാം റെക്കമെൻഡഡ് ആണ്. പക്ഷേ ഒരു കാര്യം എന്താ വെച്ചാൽ ഈ പ്രഗ്നൻസി ആയതുകൊണ്ട് പുതിയതായിട്ട് കയറി സ്റ്റാർട്ട് ചെയ്യാൻ നിൽക്കരുത്. അതാണ് അതിൻ്റെ വ്യത്യാസം, മനസ്സിലല്ലേ? നമ്മൾ ഇത്രയും നാളും കണ്ടിന്യൂ ചെയ്ത ഒരു എക്സസൈസും ആ ഒരു ചിട്ടയും ഈ പ്രഗ്നൻസി ഒരു നാച്ചുറൽ ആയിട്ടുള്ള സംഭവമാണ്, അതൊരു അസുഖമല്ല. അപ്പോൾ അത് അതേപടി കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ചില ഫിസിയോതെറാപ്പി കാര്യങ്ങൾ നല്ലതാണ്. അത് പ്രത്യേകിച്ച് ഒരു സിംറ്റമാറ്റിക് ആയിട്ടുള്ളതാണെങ്കിലും അല്ല ജനറൽ ആയിട്ടുള്ളതാണെങ്കിലും ഒക്കെ പ്രഗ്നൻസിയിൽ നല്ലതായിട്ടുള്ളൊരു കാര്യമാണ്. അതായത് പ്രഗ്നൻസി ആയിക്കഴിഞ്ഞാൽ ഇങ്ങനെ മദർ അനങ്ങാതെ ഒരു സ്ഥലത്ത് ബെഡിലിരുന്നത് ഇങ്ങനെ അങ്ങനെയല്ല. ഈ മദറിൻ്റെ
മാനസികവും ശാരീരികവുമായിട്ടുള്ള കാര്യങ്ങൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഈ ബെഡിൽ തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ മാനസികമായിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടെന്ന് ആലോചിക്കണം. സന്തോഷമായിട്ട് മദർ സന്തോഷമായിട്ടിരിക്കുന്നത് ഭയങ്കര അത്യാവശ്യമാണ് ഈ കുട്ടിയുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഫാമിലി ആയിട്ട് റെഗുലർലി ഹോസ്പിറ്റൽ വിസിറ്റ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ സൺറൈസ് ഹോസ്പിറ്റലാണ്. സൺറൈസ് ഹോസ്പിറ്റൽ ശരിയാണ്. അപ്പോൾ എൻ്റെ ഉമ്മ സാറിന് എപ്പോഴും പറയാം, സാറിൻ്റെ ഒരു ഓറ ശരിക്കും ഈ ഹോസ്പിറ്റലിൽ ശരിക്കും കാണാൻ പറ്റുന്നുണ്ട്. കാരണം ഈ ഒരു ഹോസ്പിറ്റലിൽ സാറാണ് ഇതിൻ്റെ ഫൗണ്ടർ, സാർ നടത്തിക്കൊണ്ട് പോകുന്ന ആൾ സാറാണ്. പക്ഷേ സാർ ഇത്രയും തിരക്കിൻ്റെ ഇടയിലൂടെ ഈ ഹോസ്പിറ്റൽ നല്ല രീതിയിൽ ഫങ്ഷനിങ് നടക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നില്ല ഒരു പ്രശ്നം എവിടെയും ഇല്ല, കറക്റ്റായിട്ട് പോകുന്നുണ്ട്. അതിൻ്റെ ഒരു സീക്രട്ട് എന്താണ് ആക്ച്വലി? അതിൻ്റെ സീക്രട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യത്തിൽ വിശ്വസിക്കുക എന്നുള്ളതാണ്. അതായത് നമ്മളെ ചെയ്യുന്നത് പോലെ അല്ലെങ്കിൽ നമ്മളെക്കാളും ബെറ്ററായിട്ട് വേറൊരാൾക്കും ചെയ്യാൻ പറ്റുന്നുള്ളതിൽ വിശ്വസിച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം നടക്കും. ഇപ്പോൾ സാധാരണ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ ഈ പലരും എന്താ വെച്ചാൽ ഞാൻ ചെയ്താലേ ഇത് ശരിയാവുള്ളൂ എന്നുള്ള ആ ഒരു വിശ്വാസം ഉള്ളത് കൊണ്ട് എല്ലാം അയാൾ തന്നെ ചെയ്യാൻ നോക്കും. അവിടെയാണ് ഒരു ബിസിനസ്സിൻ്റെ ഏറ്റവും വലിയ ഫെയിലിയർ എന്ന് പറയുന്നത്. ഏത് ബിസിനസ് ആണെങ്കിലും ഏത് സ്ഥാപനമാണെങ്കിലും അതിൻ്റെ സക്സസ് എന്നുള്ളത് കറക്റ്റായിട്ടുള്ള ചെയ്യേണ്ട സ്ഥലത്ത് കറക്റ്റ് ആളെ വെക്കുക, അയാൾക്ക് ഫ്രീഡം കൊടുക്കുക. അയാൾക്ക് ഫ്രീഡം കൊടുത്താലേ അയാൾക്ക് റെസ്പോൺസിബിലിറ്റിയും വരുള്ളൂ. ഈ പവേഴ്സ് കൊടുക്കുന്ന അനുസരിച്ചേ റെസ്പോൺസിബിലിറ്റി വരുള്ളൂ. അല്ലാതെ നമ്മൾ അയാളുടെ തലയിൽ കയറി ഇരുന്നിട്ട് അയാൾ ചെയ്യേണ്ടത് എന്താണെന്ന് നമ്മളിരുന്ന് ഡിക്റ്റേറ്റ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ആ ഒരു റെസ്പോൺസിബിലിറ്റി അയാൾക്ക് വരില്ല, അയാൾ കാര്യങ്ങൾ ചെയ്യയില്ല. അപ്പം നമ്മളുടെ വിജയം എന്ന് പറയുന്നത് നമ്മളൊന്ന് മറ്റേ ആൾക്കും നമ്മളെപ്പോലെ നമ്മളെക്കാളും ബെറ്ററായിട്ട് ചെയ്യാമെന്ന് വിശ്വസിക്കുക. രണ്ടാമത്തത് കറക്റ്റ് സ്ഥലത്ത് കറക്റ്റ് ആളെ വെക്കുക എന്നുള്ളതാണ്. അല്ലാതെ നമ്മൾ തന്നെ എല്ലാം സ്വന്തമായിട്ട് ചെയ്യാൻ നിന്നപ്പോൾ ഇത്രയും ഹോസ്പിറ്റലുകളില്ലേ നമുക്ക്. സൺറൈസിൽ ഒരുപാട് ഹോസ്പിറ്റലുണ്ടല്ലോ. അപ്പോൾ ഇതെല്ലാം കൂടി ഞാൻ മാനേജ് ചെയ്യാന്ന് പറഞ്ഞാൽ മണ്ടത്തിലായി പോകും. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ പിന്നെ അത് മാത്രമല്ല നമുക്ക് അറിയാത്ത കാര്യം അറിയില്ല എന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം എനിക്കങ്ങനെ മാനേജ്മെന്റ് വലിയ പിടുത്തൊന്നുമില്ല. അത് ഞാൻ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നം തീർന്നു. ഞാനത് അക്സെപ്റ്റ് ചെയ്യാതെ ബാക്കിയുള്ള മാനേജ്മെന്റ് അറിയാവുന്ന ആൾക്കാരെ തലയിൽ കയറി ഇരിക്കുമ്പോഴാണ് പ്രശ്നം. അതെ. ഇപ്പോൾ നമ്മൾ പുതിയൊരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇൻട്രിയിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സാറ് ഇവിടെ ഒരു മാനേജ്മെന്റ്, സാറ് പറഞ്ഞ പോലെ തന്നെ ഒരു ഹോസ്പിറ്റലിൻ്റെ നടത്തിപ്പിന് ഏറ്റവും അനിവാര്യമുള്ള കാര്യം മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സാർ ഒരു മാനേജ്മെൻറ്റ് തിരഞ്ഞെടുക്കുമ്പോൾ എന്തൊക്കെയാണ് അവരുടെ ക്വാളിഫിക്കേഷൻ നോക്കാറുണ്ട്? നമ്മളൊരാളെ തിരഞ്ഞെടുക്കുമ്പോൾ സാധാരണ ഇതിലിപ്പം 2 തരത്തിലുള്ള പോസ്റ്റിലേക്കാണ് തിരഞ്ഞെടുക്കുന്നത്. ഒന്നെന്ന് പറഞ്ഞാൽ ഹയർ ആൻഡ് മാനേജറിയൽ പോസ്റ്റ്, രണ്ടാമത്തെന്ന് പറഞ്ഞാൽ വർക്കേഴ്സ് പോസ്റ്റ്. ഇത് രണ്ടാണ്. മനസ്സിലായി? ഈ മാനേജേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോലി ചെയ്യുന്ന ആൾക്കാരല്ല, ചെയ്യിപ്പിക്കുന്ന ആൾക്കാരാണ്. എന്ന് മാനേജർ ജോലി ചെയ്യാൻ തുടങ്ങിയോ അയാളുടെ ഫെയിലറാണ്. അയാൾ ബാക്കിയുള്ളവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്ന ആളാണ്. മനസ്സിലല്ലേ? അപ്പോൾ ആ ഒരു ക്വാളിറ്റി ഉണ്ടോ എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അയാൾക്ക് തനിയെ ജോലി ചെയ്യാൻ പറ്റുമെന്നുള്ളതല്ല, അയാൾക്ക് വേറൊരാളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റുമെന്നുള്ളതാണ് മാനേജർ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയുന്നത്. ഈ ക്വാളിറ്റി നമ്മൾ ഒരിക്കലും ഒരു 5 മിനിറ്റോ അല്ലെങ്കിൽ 10 മിനിറ്റ് നേരത്തെ ഇൻ്റർവ്യൂവിലൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല. ഇപ്പോൾ ഒന്നാമത് CV ഒന്നും കണ്ടാൽ ഒരിക്കലും മനസ്സിലാവില്ല. കാരണം CV ഒക്കെ ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വഴി അങ്ങ് വരുന്നത്. അതല്ലേ? AI വെച്ചിട്ട് CV ഭയങ്കര CV ഒക്കെ അയാളുടെ ഇംഗ്ലീഷൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ഇംഗ്ലീഷൊക്കെ, എന്നാൽ 10 പൈസയുടെ ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റില്ല. അപ്പോൾ ഒരിക്കലും അല്ലെങ്കിൽ 10 മിനിറ്റ് നേരത്തെ ഇൻ്റർവ്യൂവിലൊന്നും ഒരിക്കലും ഒരാൾ മനസ്സിലാക്കാൻ പറ്റില്ല. ഏറ്റവും നല്ല മെത്തേഡെന്ന് അറിയോ? ഇയാൾ നേരത്തെ വർക്ക് ചെയ്ത 2 സ്ഥലത്ത് അന്വേഷിക്കുക എന്നുള്ളതാണ്. ഇയാളെ പറ്റി നേരത്തെ വർക്ക് ചെയ്ത സ്ഥലത്ത് ആ മാനേജ്മെൻ്റ് അടുത്തും അവിടുത്തെ സ്റ്റാഫിൻ്റെ അടുത്തും ഇയാളെ പറ്റി അന്വേഷിച്ച് കഴിഞ്ഞാൽ ഒരു ഏകദേശം ഐഡിയ കിട്ടും. മനസ്സിലല്ലേ? ഇങ്ങനെയാണ് നമ്മൾ ഓരോരുത്തരും സെലക്ട് ചെയ്യുന്നത്. പിന്നെ എങ്ങനെയൊക്കെ നമ്മൾ സെലക്ട് ചെയ്താലും നമുക്ക് അബദ്ധം പറ്റാം. ചില സമയത്ത് ഭയങ്കര അബദ്ധങ്ങൾ പറ്റാം. ഈവൻ ചില സമയത്ത് ഒരു പ്രോപ്പർ ആൽക്കഹോളിക് ആയിട്ടുള്ള ആൾ വന്ന് സംസാരിക്കുമ്പോഴും ഒക്കെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ പിന്നീട് നമുക്ക് മനസ്സിലാവുക അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതിപ്പോൾ അങ്ങനെ ഒരു ട്രയൽ ആൻഡ് എറർ വഴിയേ നമ്മൾ ഓരോരുത്തരെ ഫിൽട്ടർ ചെയ്ത് അങ്ങനെ കൊണ്ടുവരുള്ളൂ. അപ്പോൾ അങ്ങനെ നടക്കുള്ളൂ ആൾക്കാരെ ഇൻ്റർവ്യൂ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ കോഴ്സിൽ കുറേ സ്റ്റുഡൻസ് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഈ ഒരു മാനേജ്മെൻറ്റ് കോഴ്സിൽ ജോയിൻ ചെയ്ത് നല്ല രീതിയിൽ ബ്രൈറ്റ് ഫ്യൂച്ചർ ഫോക്കസ് ചെയ്ത് വരുന്ന പിള്ളേരുണ്ട്. അപ്പോൾ അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു മെസ്സേജ് എന്തായിരിക്കും ആക്ച്വലി? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്ത് സാധനമാണെങ്കിലും അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിലേ ജോയിൻ ചെയ്യാവുള്ളൂ. നമ്മളിപ്പം ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് നല്ലൊരു ശമ്പളം കിട്ടുന്ന കോഴ്സാണെന്ന് വിചാരിച്ചിട്ട് ജോയിൻ ചെയ്യരുത്. എല്ലാ കോഴ്സുകൾക്കും നല്ല ശമ്പളം കിട്ടും അവർ പെർഫോം ചെയ്താൽ. നല്ല ലെവലിലേക്ക് പോകാൻ പറ്റുന്ന കോഴ്സുകളാണ്. പക്ഷേ ആ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റിൽ ഒരു പ്രോപ്പറായിട്ടുള്ളൊരു ഡെഡിക്കേഷനും ഇൻട്രസ്റ്റും ഉള്ളൊരു ഇതാണെങ്കിൽ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റിലേക്ക് വരാനുള്ളൂ. കാരണം എന്താ വെച്ചാൽ ബാക്കി എന്ത് സാധനത്തിൻ്റെ പോലെയല്ല ഹോസ്പിറ്റൽസ് എന്ന് പറഞ്ഞാൽ ഒരു 24/365 ഡേയ്സ് വർക്കിംഗ് സാധനമാണ്. ഈ പോലീസ് സ്റ്റേഷൻ മാതിരിയാണ്.
അത് അടച്ചുപൂട്ടാൻ പറ്റൂല. അപ്പം ഇത് എപ്പോഴും പ്രശ്നങ്ങളാണ്. മനസ്സിലല്ലേ, രാത്രി കിടന്നാലും ഒക്കെ നമുക്ക് കണ്ടമാനം പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പറ്റും. അപ്പോൾ അതിനെ ഇൻട്രസ്റ്റോടു കൂടി ഫേസ് ചെയ്യുന്ന ഒരാളല്ലെങ്കിൽ ഈ ഒരു ഇതിലേക്ക് ഒരിക്കലും വരരുത്. അത് കൂടാതെ തന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ, ഈ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റിൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ സ്പെഷ്യലൈസ് ചെയ്ത് തുടങ്ങി. ഓരോ ഹോസ്പിറ്റലിൽ തന്നെ കണ്ടമാനം സാധനങ്ങളുണ്ട്. മനസ്സിലല്ലേ, അതിൻ്റെ ഓപ്പറേഷൻസ്, മാർക്കറ്റിങ്, CEO ലെവൽ, ആ സ്പെഷ്യലൈസ് ചെയ്ത് ഏതിലാണ് നമുക്ക് ഇൻട്രസ്റ്റ് എന്ന് വെച്ചാൽ അതിലേക്ക് ഇപ്പോഴേ പോവുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. അപ്പോൾ ഈ ഒരു ഫീൽഡ് ഭയങ്കര ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു ഫീൽഡ്, ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉള്ളതാണ്. കാരണം എന്ന് വെച്ചാൽ പണ്ട് ഇന്ത്യയിലൊന്നും ഈ ഹോസ്പിറ്റൽസ് പ്രൊഫഷണലി മാനേജരല്ല, എല്ലാം ഡോക്ടർമാരാണ് നോക്കിയിരുന്നത്. ഡോക്ടർമാർ വിചാരം അവർക്ക് ഈ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് അറിയാവുന്നതായിരിക്കുന്നതാണ്. ഡോക്ടർമാർക്ക് ശരിക്കും പറഞ്ഞാൽ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് അറിയില്ല, അവർക്ക് ട്രീറ്റ് ചെയ്യാൻ അറിയുള്ളൂ. എന്നുവെച്ചാൽ മാനേജ്മെൻറ്റ് ശരിക്കും പറഞ്ഞാൽ അവർക്കറിയില്ല. പക്ഷേ ട്രീറ്റ് ചെയ്യുന്ന സ്ഥലം മാനേജ് ചെയ്യാനായിട്ട് അവർക്ക് അറിയാമെന്ന് വിചാരിച്ച് പണ്ടൊക്കെ ഹോസ്പിറ്റൽ ഡോക്ടർമാരാണ് മാനേജ് ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ അതൊക്കെ മാറി തുടങ്ങി. ഒരു കോർപ്പറേറ്റ് സെക്ടർ വന്നപ്പം ഈ മാനേജ്മെൻറ്റ് ആൾക്കാർ ഹോസ്പിറ്റലുകളിലേക്ക് വന്നു തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ചേഞ്ച് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ കണ്ടമാന സ്കോപ്പ് ഉണ്ട്. ഇന്നും ഒരുപാട് ഡോക്ടർ മാനേജ്ഡ് ഹോസ്പിറ്റലുകളുണ്ട്. അതൊക്കെ മാറി ഇനിയിപ്പോൾ ഒരു പ്രൊഫഷണൽ മാനേജ്മെന്റിലേക്ക് വരാൻ പോകുന്നു. അപ്പോൾ സ്കോപ്പ് വരികയാണ്. അത് മാത്രമല്ല, ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി ഭയങ്കരമായിട്ട് പ്രോഗ്രസ് ചെയ്യല്ലേ. എസ്പെഷ്യലി ഇപ്പോൾ കേരളത്തിൽ കണ്ടില്ലേ, ഒത്തിരി കോർപ്പറേറ്റ് ജയൻസ് ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയിലേക്ക് വരുന്നത്. അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങളുണ്ട്, ദൂഷ്യങ്ങളുണ്ട്. പക്ഷേ ആ ഒരു ഇൻഡസ്ട്രി ഭയങ്കരമായിട്ട് പ്രൊമോട്ടഡ് ആവുന്നു. അപ്പോൾ നമുക്കൊരു ഹോസ്പിറ്റൽ നയിക്കാനുള്ള സാർ പറഞ്ഞ പോലെ ഒരു ഇത് വേണമല്ലോ, ഒരു പവർ വേണം ആക്ച്വലി ഈ ഒരു കോഴ്സിലേക്ക്. പവറും വേണം, അതിൻ്റെ ഒരു ഇൻട്രസ്റ്റും വേണം. മനസ്സിലായി. അപ്പോൾ സാറ് പറഞ്ഞ പോലെ തന്നെ സാറിന് ഭക്ഷണം കഴിക്കാൻ പോലും ടൈം കിട്ടാറില്ല, ലഞ്ചിന് പോലും ടൈം കിട്ടാറില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇത്രയും സമയം നമുക്ക് വേണ്ടി ചിലവഴിച്ചതിന് താങ്ക് യു സർ. താങ്ക് യു ഫോർ ബീയിങ് ഹിയർ. താങ്ക് യു.